എനിക്ക് മടുത്തു ഡോക്ടർ എന്നുള്ള ഈ ഒരു സെന്റൻസ് എത്ര പേര് എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണിത്. ഇന്നലെ വിളിച്ച ഒരു പേഷ്യന്റ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖമാണ് അവർക്കുള്ളത്. അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഡോക്ടർ 2 വയസ്സുള്ള കുഞ്ഞിന് ഈ സമയത്ത് വേദന കാരണം ഫുഡ് വാരി കൊടുക്കാൻ പോലും കഴിയുന്നില്ല, ആത്മഹത്യ ചെയ്താലോ എന്ന് പല പ്രാവശ്യം ചിന്തിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും മെന്റലി തകർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നതെന്ന് അറിയാമോ? കാരണം ഇവരുടെ ചുറ്റുപാടാണ്. ഇവരുടെ ചുറ്റുമുള്ളവർ, പ്രത്യേകിച്ച് പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില സമീപനങ്ങൾ. ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുള്ളവർ അനുഭവിക്കുന്ന ഒരു വേദന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും കഴിയില്ല, അത്ര അധികം കൂടുതലായിരിക്കും. ആ സമയത്ത് ഹസ്ബൻഡ് ചോദിക്കുകയാണ്, നിനക്ക് മാത്രം ഇങ്ങനെ ഒരു വേദനയുള്ളോ, നിനക്ക് മാത്രം ഈ പീരീഡ്സ് ആകുന്നുള്ളോ എന്നുള്ളൊരു ചോദ്യം. ഇവരെ കംപ്ലീറ്റ്ലി തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു പാർട്ട്ണർ ഈ ഒരു സെന്റൻസ് പറയുമ്പോഴത്തേക്കും ഇവരുടെ അസുഖം ഇതൊരു സ്ട്രെസ് ആണ്, ഇത് അസുഖത്തെ കൂട്ടത്തേ ഉള്ളൂ, ട്രിഗർ ചെയ്യത്തേ ഉള്ളൂ. ഇതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുക? അടുത്ത പീരീഡ്സ് വരുമ്പോൾ ഇപ്പോഴുള്ള വേദന ഒന്നുകൂടി ഇരട്ടിക്കത്തേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പാർട്ട്ണറെ എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നു, അവർക്ക് ഈ അസുഖം കുറയുവാനുള്ളൊരു വഴി നിങ്ങൾ ഒരുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കേസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ കറക്റ്റ് മരുന്നിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ഞങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ അസുഖങ്ങളുള്ളവരെല്ലാം തന്നെ ഒരു ഡിപ്രഷൻ ഫേസിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാള് നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്റെ കൂടെ നിൽക്കണം എന്നുള്ളത്. പലപ്പോഴും അതുപോലും മനസ്സിലാക്കാതെ ജനറലൈസ് ചെയ്ത്, ആർത്തവം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ജനറലൈസ് ചെയ്ത് അവരെ മാറ്റി നിർത്തരുത്. അതിന് പകരം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈസി ആയിട്ട് ഈ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും.